കണ്ണൂർ വള്ളപട്ടണത്തെ ആ വാർത്ത 1,21,00,000 രൂപയും 300 പവൻ സ്വർണവും കവർന്ന കേസിൽ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന അയൽവാസി പിടിയിലായി. CCTV ദൃശ്യങ്ങളിൽ പ്രതി ലജീഷ് ആണെന്ന് മനസ്സിലായി. ലജീഷിനെ പിടികൂടാൻ കാരണമായത് ഈ CCTV ദൃശ്യങ്ങൾ തന്നെയാണ്. അയാൾ ധരിച്ച ഷർട്ട് അയാൾ കത്തിച്ച് കളഞ്ഞെങ്കിലും ആ ഷർട്ടിട്ട് അയാളെ കണ്ടിട്ടുണ്ടെന്ന് അയൽവാസികളൊക്കെ വെളിപ്പെടുത്തിയതോടെയാണ് അയാളുടെ കാര്യത്തിൽ തീരുമാനമായത്. മോഷണം മുതൽ പ്രതി സൂക്ഷിച്ചത് കട്ടിലിനടിയിലാണെന്ന് വരുന്നു. ഒരു ലോക്കർ സ്വന്തമായി നിർമ്മിച്ചാണ് അദ്ദേഹം ഇതൊക്കെ ചെയ്തു വെച്ചത്. ഇക്കഴിഞ്ഞ മാസം 20-നാണ് വ്യാപാരി അഷ്റഫിൻ്റെ വീട്ടിൽ വൻ കവർച്ച നടന്നത്. ഈ കവർച്ച സമയത്ത് അവർ വേറെ എവിടെ പോയിരിക്കുകയായിരുന്നു. ഈ കവർച്ചയുടെ ദൃശ്യങ്ങൾ 24-ന് കിട്ടി. സജോ ദേവസ്യ ഇതിൻ്റെ വിവരങ്ങളുമായി വീണ്ടും നമുക്കൊപ്പം ചേരുന്നു. സജോ, എന്തെങ്കിലും പുതിയ വെളിപ്പെടുത്തലുകൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായോ? ഈ യഥാർത്ഥത്തിൽ ഇയാൾ ഒരു സ്ഥിരം മോഷ്ടാവാണോ അതോ ആദ്യമായി മോഷ്ടിച്ച് അവതാളത്തിലായി പോയതാണോ? രണ്ടാമത്തെ പരിചയമുണ്ട്, ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. മറ്റൊരു മോഷണ കേസ് യഥാർത്ഥത്തിൽ മറ്റൊരു മോഷണ കേസ് കൂടി ഇദ്ദേഹം ചെയ്തതാണ് എന്ന് സംശയിക്കപ്പെടുന്നുണ്ട്. അതായത് ഈ മോഷണത്തിന് പിന്നാലെയാണ് ഇദ്ദേഹത്തിൻ്റെ വിരലടയാള ഹിസ്റ്ററി പരിശോധിച്ച വേളയിൽ ലൈബ്രറി പരിശോധിച്ച ഘട്ടത്തിൽ മാച്ചിങ് ആവുന്നുണ്ട്. അപ്പോൾ മറ്റൊരു കേസ് കൂടി ഇദ്ദേഹത്തിൻ്റെ പേരിൽ വരാൻ 1 വർഷം മുൻപ് കീച്ചേരിയിൽ നടന്ന മോഷണം കൂടി ഇദ്ദേഹത്തിൻ്റെ പേരിൽ ചാർത്തപ്പെടാനുള്ളൊരു സാധ്യത ഇപ്പോൾ പോലീസ് പറയുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വളപട്ടണം സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ACP രത്നകുമാറും എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം കമ്മീഷണർ മാധ്യമങ്ങളെ കണ്ട് ഈ വിശദാംശങ്ങൾ, അന്വേഷണവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവയ്ക്കാം എന്ന് അറിയിച്ചിട്ടുണ്ട്. കാരണം ഈ കേസിന് ഒരുപാട് സവിശേഷതകളും അപൂർവതകളുമുണ്ട്. മറ്റൊന്ന്, റെക്കോർഡ് വേഗത്തിൽ പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നേട്ടമായി അവർ തന്നെ കാണുന്നതാണ്. പോലീസ് നേരത്തെ ലഡു വിതരണമൊക്കെ ചെയ്ത് ഇവിടെ സന്തോഷം പങ്കിടുന്നതും കണ്ടു. കാരണം ഇത് സംസ്ഥാനത്ത് തന്നെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ ധാരാളം അപൂർവതകളും സവിശേഷതകളും ഉള്ള കേസാണ്. മറ്റൊന്ന്, ഇത്രയും വലിയ അളവിൽ സമീപകാലത്തൊന്നും കേരളത്തിൽ ഒരു വീട് കുത്തി തുറന്ന് യഥാർത്ഥത്തിൽ പരാതിയിൽ പറഞ്ഞിരുന്നത് 1 കോടി രൂപയാണ്. യഥാർത്ഥത്തിൽ പോലീസ് അതിൽ കൂടുതൽ തുക വീണ്ടെടുത്തു എന്നതാണ് ഇതിലെ മറ്റൊരു കൗതുകം. അതും ഒരു കൗതുകമാണ്. യഥാർത്ഥത്തിൽ 1 കോടിയോളം രൂപ നഷ്ടമായി എന്നായിരുന്നു പരാതിയിൽ പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ മൊഴിയിൽ പറഞ്ഞിരുന്നത്. പക്ഷേ 1,21,00,000 രൂപ റിക്കവർ ചെയ്തു. ആ പണം പൂർണ്ണമായും പോലീസ് സ്റ്റേഷനിലേക്ക് റിക്കവർ ചെയ്ത് എത്തിച്ചു. 300 പവൻ സ്വർണ്ണാഭരണങ്ങളാണ്. അത് പൂർണ്ണമായും അതിൻ്റെ തൂക്കം എന്നത് ഇപ്പോൾ പരിശോധിച്ച് ഉറപ്പിച്ചു. അന്തിമമായ കണക്ക് കമ്മീഷണറുടെ മാധ്യമങ്ങളെ കാണുന്ന വേളയിൽ അദ്ദേഹം അത് വിശദീകരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, തൊട്ട് അയൽവാസിയാണ് ലജീഷ് എന്നയാൾ. ഈ വളപട്ടണം മനയിലെ വ്യാപാരി KP അഷ്റഫിൻ്റെ വീടിനോട് ചേർന്ന് തന്നെ വീടുള്ള, അല്ലെങ്കിൽ തൊട്ട് അയൽവാസിയാണ്. ഒരു മതിലിന് അകലം മാത്രമേ യഥാർത്ഥത്തിൽ ആ വീടും ഈ മോഷണം നടന്ന വ്യാപാരിയുടെ വീടും തമ്മിലുള്ളൂ. നേരത്തെ തന്നെ കൃത്യമായി ആസൂത്രണം ചെയ്താണ് ഈ മോഷണം നടത്തിയതെന്ന് വ്യക്തമാണ്. കാരണം കഴിഞ്ഞ മാസം 20-ാം തീയതിയാണ് ഈ മോഷണം നടക്കുന്നത്. 19-ാം തീയതി KP അഷ്റഫ് അദ്ദേഹം ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മധുരയിലേക്ക് പോയി. അവിടെ ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷം 24-ാം തീയതിയാണ് തിരികെ വരുന്നത്. അതായത് 4 ദിവസത്തിന് ശേഷമാണ് ഈ മോഷണം വീട്ടുകാരും തിരിച്ചറിയുന്നത്. 20-ാം തീയതി മോഷണം നടത്തി, 24-ാം തീയതിയാണ് വീട്ടുകാർ തിരിച്ചറിയുന്നത്. പിന്നീട് പോലീസിനെ അറിയിച്ചു, പോലീസ് പരിശോധന നടത്തി. അപ്പോഴത്തേക്കും കുറേയധികം ദിവസം നഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ പ്രതി ചെയ്തത് ഈ മുഴുവൻ ഈ വെൽഡിംഗ് തൊഴിലാളിയാണ്. ആ വെൽഡിംഗ് വൈദഗ്ധ്യമാണ് ഈ മോഷണകൃത്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തിയത് എന്നത് വ്യക്തമാണ്. അതിനുശേഷം ഇവയെല്ലാം പണവും സ്വർണവും ഒക്കെ എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി വീട്ടിലെ കിടപ്പ് മുറിയിലെ കട്ടിലിനോട് അതിൻ്റെ പ്ലാറ്റ്ഫോമിനോട് ചേർന്ന് അടിഭാഗത്തൊരു അറ നിർമ്മിച്ച് അതിൽ ഇവ സൂക്ഷിക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ ഈ അന്വേഷണമൊക്കെ നടക്കുമ്പോൾ അദ്ദേഹം ഈ വീട്ടിൽ തന്നെ സമീപത്ത് തന്നെ ഉണ്ടായിരുന്നു. പോലീസ് അവിടെ പരിശോധന നടത്തുമ്പോഴും ആളുകൾ വരുമ്പോഴും നമ്മൾ റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായി യഥാർത്ഥത്തിൽ ഈ വീട്ടിലും പോയിരുന്നു. അന്ന് അത് തൊട്ടടുത്തൊരു വീട് എന്ന നിലയ്ക്ക് പോയിരുന്നു. ആ ഘട്ടത്തിൽ പക്ഷേ അങ്ങനെയൊരു സൂചന ഉണ്ടായിരുന്നു. പക്ഷേ പോലീസ് ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. ആ CCTV ദൃശ്യങ്ങൾ മുഖം വ്യക്തമല്ലെങ്കിലും രൂപസാദൃശ്യമുണ്ട്. മറ്റൊന്ന്, ഇയാൾ ധരിച്ച ടീഷർട്ട്, അത് രണ്ടും നിർണായകമായി. ഈ ടീഷർട്ട് ധരിച്ച ഇദ്ദേഹത്തിൻ്റെ ഈ രൂപഭാഗങ്ങളുമൊക്കെ ഇദ്ദേഹവുമായി മാച്ചിങ് ആണ് എന്നത് വ്യക്തമായി. ഒപ്പം കൃത്യമായി അറിവുള്ള ഒരാളാണ്. അതായത് ഇതിൽ അതായത് സാധാരണ ഈ കേട്ടുകേഴ്വിയില്ലാത്തൊരു അപൂർവത ഈ കേസിലുള്ളത്, കള്ളൻ ഈ മോഷണം നടന്ന സ്ഥലത്ത് പിറ്റേ ദിവസം വീണ്ടും എത്തിയെന്നതാണ്. അത് യഥാർത്ഥത്തിൽ അവിടെ ഉപേക്ഷിച്ച ഒരു ആയുധം എടുക്കുന്നതിന് വേണ്ടിയാണ്. അതൊരു തെളിവായി മാറുമെന്ന സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് വീണ്ടും ഉപേക്ഷിച്ചിരുന്നു. കുറേ ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്നത്. ജനൽ തകർത്ത് അകത്ത് കടന്ന് അതിനുശേഷം കിടപ്പുമുറിയിലെ ലോക്കറിൽ ആണ് ഈ പണവും സ്വർണ്ണാഭരണങ്ങളും സൂക്ഷിച്ചിരുന്നത്. അപ്പോൾ അവിടെ ഒരു ആയുധം വീണുപോയി പറയുന്നു. കുറുവയാണോ എന്ന് ആൾക്കാർക്കൊക്കെ സംശയം ഉണ്ടായിരുന്നു. അവിടുത്തെ ഒരു ജനപ്രതിനിധി പറയുന്നുണ്ടായിരുന്നു.
എസ് കെ നേരത്തെ ആദ്യഘട്ടത്തിൽ ഈ ഒരു പ്രൊഫഷണൽ മോഷ്ടാക്കളുടെ സംഘമാണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആസൂത്രണങ്ങൾ ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ടോ, മോഷണ കൊട്ടേഷൻ ഉണ്ടോ, പുറത്തു നിന്നുള്ള അന്തർ സംസ്ഥാന സംഘമാണോ തുടങ്ങിയ സംശയങ്ങൾ ഉണ്ടായിരുന്നു. ആ സംശയങ്ങൾ ആദ്യഘട്ടത്തിൽ പോലീസ് പരിശോധിച്ചിരുന്നു. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പോലീസ് വ്യക്തമായ സൂചനകൾ ലഭിച്ചതോടുകൂടി ആ സാധ്യത വിടുകയും പിന്നീട് ഈ പ്രദേശത്തെക്കുറിച്ചും നാടിനെക്കുറിച്ചും ഈ വ്യാപാരിയുടെ വീടിനെക്കുറിച്ചും അവരുടെ യാത്രാ വിവരങ്ങളൊക്കെ വ്യക്തമായ ബോധ്യമുള്ള ഒരാൾക്കല്ലാതെ അല്ലെങ്കിൽ അങ്ങനെ ഒരാളുടെ സഹായമോ അങ്ങനെ ഒരാൾക്കോ അല്ലാതെ ഇങ്ങനെ ഒരു മോഷണം നടത്താൻ കഴിയില്ല എന്ന് വ്യക്തമായതോടുകൂടിയാണ് ഇവിടെ തന്നെയുള്ള നാട്ടുകാരനായ ആരെങ്കിലും ആയിരിക്കും എന്ന നിഗമനത്തിലേക്ക് എത്തുകയും ലിജീഷിൻ്റെ സാധ്യത സംശയത്തിലേക്ക് എത്തുകയും അതിൽ കൃത്യമായ സൂചനകൾ ആദ്യഘട്ടത്തിൽ ലഭ്യമാവുകയും ചെയ്തു. ഇദ്ദേഹം പക്ഷേ ാണ് അവിടെ മോഷണത്തിൽ കടന്നത്, വിരലടയാളം മതിയാതിരിക്കാൻ. അതിന് ഒരു ടീഷർട്ട് ആ ഘട്ടത്തിൽ ധരിച്ച ടീഷർട്ടും ഇവയെല്ലാം ചേർത്ത് കത്തിച്ചു കളഞ്ഞു എന്നതും ഈ കേസിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് തെളിവ് നശിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. പക്ഷേ അതും ഈ മോഷ്ടാവിനെ കുരുക്കി എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, നേരത്തെ തന്നെ ഈ ആസൂത്രണം നടത്തിയിരുന്നു. അതായത് ഒരു സമയം കിട്ടിയാൽ ഇങ്ങനൊരു കൃത്യം നിർവഹിക്കാനുള്ള ആസൂത്രണങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി നേരത്തെ തന്നെ ഈ അറയൊക്കെ നിർമ്മിച്ചിരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം ഈ വിരലടയാളം ശേഖരിച്ച വേളയിലാണ് പാപ്പിനിശ്ശേരി കീച്ചേരിയിൽ ഒരു വർഷം മുൻപ് നടന്ന മോഷണത്തിൽ ഇദ്ദേഹത്തിന് പങ്കുണ്ടാകാം എന്ന സംശയം ഇപ്പോൾ ഉയരുകയും അത് പരിശോധിക്കുന്നുണ്ടെന്ന് നേരത്തെ പോലീസ് അറിയിക്കുകയും ചെയ്തത്.